കരു കരു ഇരിക്കൂ. ഇതാണ് എൻ്റെ വീട്. പഴയ വരെയായിരുന്നു, ഒരു ഒതുക്കി പറഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കി. ചെറുപ്പം മുതലേ എനിക്ക് സംഗീതത്തോട് ഭയങ്കര താല്പര്യമുള്ള ഒരാളായിരുന്നു. 13 വയസ്സ് ഉള്ളപ്പോൾ ഞങ്ങളുടെ ഈ പള്ളിയിലെ കൊയർ ടീമിൻ്റെ കൂടെയൊക്കെ പാടിത്തുടങ്ങിയാണ്. ആദ്യമായിട്ട് എഴുതിയത് ഒരു പുസ്തകവേഴത്തിലെ കർത്താവിൻ്റെ കുരിശിൽ തറച്ച് കിടക്കുന്ന രൂപത്തിലുള്ള ചുംബനത്തിനെ പറ്റിയുള്ള ഒരു ക്രൂശ് ചുംബനം എന്നുണ്ട്, അതിനെ പറ്റിയുള്ളൊരു പാട്ട് എഴുതിയത്. അത് രണ്ടുപേരും ഞാനിപ്പോൾ പാടാം. നിറയും ഈ വേദിയിൽ നാഥ നിന്നെ നമിക്കുന്നു ഞങ്ങൾ. പ്രഭ ചൊരിയും നിൻ പൂമേനിയിൽ സ്നേഹത്തിൻ അന്ത്യ ചുംബനം, ഞങ്ങൾ തൻ സ്നേഹത്തിൻ ചുംബനം. സംഗീതത്തിൻ്റെ അക്ഷരങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് സ്വരം രാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. കാരണം അങ്ങനെയൊന്നും വശമില്ല. ഇപ്പോൾ ഇവിടെ മകളുമുണ്ട്, എൻ്റെ ഒരു സഹോദരിയുണ്ട്, അവരെ പരിചയപ്പെടുന്നു. ഇതാണ് എൻ്റെ മോള് സെൽമ. ഇത് എന്താണെന്ന് കറിയതാണ്. അപ്പച്ചി ഒരുപാട് നാൾക്ക് ശേഷം ഒരു അവസരം കിട്ടി. ദിവ്യകാരുണ്യത്തിൻ്റെയും മാതാവിൻ്റെയും എല്ലാം കൂടിയ ഒരു കാസറ്റ് ഇറക്കാനായിട്ട് സാധിച്ചു. ഒത്തിരി നാളായിട്ട് പാട്ടുകൾ എഴുതുന്നതാണ്. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഒരു ആഗ്രഹം സഫലമായത് അപ്പച്ചിയുടെ. അത് ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു, ചെയ്യാനായിട്ട് അപ്പച്ചിക്ക് സാധിച്ചത്. പിന്നെ ഇതാണ് എൻ്റെ കട. കവിത കൂൾ ഡ്രിങ്ക്സ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിപ്പോൾ കുമ്പളങ്ങിൽ ആണ് എൻ്റെ സ്ഥാപനം, കുമ്പളങ്ങാണ്. പിന്നെ ഇവിടെ ഒരു കൂൾ ഡ്രിങ്ക്സിൻ്റെ പരിപാടി, ചായ, ചെറിയ ചെറിയ കടികളൊക്കെ ഭാര്യ ഉണ്ടാക്കും. സഹായിക്കാനായിട്ട് മകളും വരും. അങ്ങനെ ഞങ്ങളിവിടെ ഇതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇഷ്ടംമാതിരി സുഹൃത്തുക്കളും വരും. എല്ലാവരും മിക്കതും കലാകാരന്മാരൊക്കെ തന്നെയാണ്, ഗാനങ്ങളൊക്കെ പാടുന്ന ടീമൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ചെയ്തതാണ് ഈ സമർപ്പണം നാഥ എന്ന ക്രിസ്തീയ ഭക്തി ഗാനങ്ങൾ. 17 ഗാനങ്ങൾ
ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ ട്യൂൺ ചെയ്ത്, ഞാൻ തന്നെയാണ് പ്രൊഡക്ഷനും. കരുണാസാഗരമേ കനിവിൻ നിറകുടമേ കരതാരിലെന്നെ കാത്തിടുവാനായി കനവില്ലരികിൽ വന്നു എന്നാരൻ കരങ്ങളാ ചേർത്തണച്ചു കരുണാസാഗരമേ. സേവിച്ചേട്ടൻ്റെ ഒരു സുഹൃത്താണ് ഞാൻ. എൻ്റെ പേര് ആൻ്റണി ബോണിഫസ് എന്നാണ്. എനിക്ക് വൈഫും 2 കുട്ടികളുമാണുള്ളത്. ഒന്ന് അനീറ്റ, ഒന്ന് അമല്. അപ്പോൾ സേവിച്ചേട്ടനൊരു കാസറ്റ് ഇറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൽ പാടാനായിട്ട് മോൾക്ക് ഒരവസരം കിട്ടി. ഞാനതിൽ കോറസിനൊക്കെ കൂടിയിട്ടുണ്ട്. ഞാൻ ചെറുതിലെ വോക്കൽ കുറച്ചാൾ പഠിച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് ഇതിൻ്റെ ഒരു പാട്ടിനോട് ഒരു കണക്ഷനായിട്ടുള്ളത്. ദേനു അതിനോ ദേനു എന്താ ഹലോ ദേനു അവിടെ 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 ഇങ്ങോട്ട് വാ. അവിടെ അവിടെ നോക്ക് ദേനു. അങ്ങോട്ട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ. നോക്കൂല അവിടെ എൻ്റെ പേര് അനീറ്റ. എൻ്റെ അപ്പച്ചൻ ഞാനും ചെറുപ്പം മുതലേ ഞാൻ പാടി തുടങ്ങിയതാണ്. ആദ്യം പാടി തുടങ്ങിയത് എൻ്റെ അമ്മയുടെ പള്ളിയിലാണ്. അങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് സേവിച്ചേട്ടൻ്റെ CD-യിൽ പാടാനൊരു അവസരം കിട്ടിയത്. ജനതകളെ കരങ്ങൾ വീശി നാദനെ വാഴ്ത്തിടുവിൻ, മനസ്സുകൾ നിറയെ മലരുകളേറി നാദനെ വാഴ്ത്തിടുവിൻ. അടുത്ത വരി ഒന്നുകൂടി പാടണോ? Present them to my Lord. Ave Maria, gratia plena. Take this day, make it yours, and fill me with your love. All I have I give you, every dream and wish are yours. Mother of Christ, Mother of mine, present them to my Lord. Ave Maria, gratia plena, Dominus tecum,
എൻ്റെ പേര് ബിജു ആൻ്റണി എന്നാണ്. എൻ്റെ ജോലി ഇതാണ്. സേവിച്ചേട്ടനുമായിട്ട് എനിക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പേ പരിചയമുണ്ട്. സേവിച്ചേട്ടൻ കൊയറിന് വേണ്ടി ഒരുപാട് പാട്ടുകൾ എഴുതുകയും ട്യൂൺ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സേവിച്ചേട്ടൻ ചെയ്ത സമർപ്പണം നാഥ എന്ന ആൽബത്തിലെ കൈകളിൽ എന്ന ഗാനമാണ് ഞാൻ പാടിയത്. കൈകളിൽ ദീപശാഖയും കാഴ്ചദ്രവ്യങ്ങളും ഏന്തി ഞാൻ ബലിവേദി തിരുസന്നിധി അർപ്പിക്കുന്നു നാഥ നിന്ദാനങ്ങൾ. അൻപോടെ താത സ്വീകരിക്കൂ. കൈകളിൽ ദീപശാഖയും കാഴ്ചദ്രവ്യങ്ങളും ഏന്തി ഞാൻ ബലിവേദി തിരുസന്നിധി അർപ്പിക്കുന്നു നാഥ നിന്ദാനങ്ങൾ. അൻപോടെ താത സ്വീകരിക്കൂ. ചേട്ടൻ വരുന്നുണ്ട്. പണി കഴിഞ്ഞിട്ട് ഒരു സേവിച്ചനോടെ പോയതാ. മടത്തിന്റെ കൂടെ വന്നപ്പോ സൈക്കിളങ്ങൾ പഞ്ചറായി. എന്നിട്ട് എന്ത് ചെയ്തു? എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുനടക്കല. അവിടെ വെച്ചിട്ട് ഞാൻ പിന്നെ നടന്നു അങ്ങോട്ടും പോയി വന്നപ്പോ ഇതിനെ രണ്ടെണ്ണം ഇവിടെ കുത്തി. ഞാൻ പണി കഴിഞ്ഞ സ്ഥലമാണ് ഇത്. കൊള്ള ഇതൊക്കെ സുഖമായിട്ട് ഇരിക്കല്ലേ. ഇത് എന്തിന്റെ എന്താണിത്? ഇതിപ്പോ കുറച്ച് ദിവസമായിട്ടുള്ള കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിന്റെ ഇത് ഇതുണ്ടല്ലേ നമ്മള് വരമ്പ് പോവാതിരിക്കാൻ വേണ്ടി. അപ്പൊ ഇതിന്റെ പണി തീരുമ്പോ ഇത് തീരും. അതിന്റെ പണി തീരുമ്പോ സുഖമായിട്ടുള്ള ഇരിപ്പ് കിട്ടും. നടന്ന് റെസ്റ്റിംഗ് പൊസിഷൻ ഇല്ല. പിന്നെന്താണ്? സുഖമായിട്ടിരിക്കുന്നു. പാട്ട് കേട്ടിട്ടുണ്ടായിരിക്കും നടന്നു. വല്ലപ്പോഴും നമ്മ കാണിച്ചാലും കാണൂല. ആ പാട്ടിന്റെ ഇതിലായിരിക്കും. ഹെഡ്ഫോണും വെച്ചിട്ട് നടക്കണാണോ? നമ്മ കാണിച്ചാലും കാണൂല. ഇത് പിന്നെ നമ്മള് നടക്കാൻ പോകുമ്പോ ചുമ്മാ ഇങ്ങനെ ഹെഡ്ഫോണൊക്കെ വെച്ച് പാട്ടൊക്കെ കേട്ട് അടിപൊളിയല്ലേ? പാടുന്നുണ്ട്, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പള്ളിയിൽ കൊയറൊക്കെ ഉണ്ടായി. കൊയറിനൊക്കെ പോകണ്ട. ഞങ്ങള് പള്ളിയിൽ ഇപ്പൊ മിക്കതും പുതിയ പാട്ടുകൾ, പഴയ പാട്ടുകൾ എല്ലാവർക്കും പാടാൻ പറ്റിയ പാട്ട് മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം. എല്ലാരും അവിടെ ഉണ്ടോ? പഴയ പാട്ടാ ഇഷ്ടം. തന്റെ ഓർമ്മയിൽ വല്ലതുണ്ടോ? സ്നേഹസ്വരൂപന്ന് മുളാമ. ഇനിയിപ്പൊ ഞാനായിട്ട് പറ്റില്ല. തവ ദർശനം ഈ ദാസരില്ലേകിടൂ. സ്നേഹസ്വരൂപ തവ ദർശനം ഈ ദാസരില്ലേകിടൂ. പരിമളമിയലാൻ ജീവിത മലരിൽ അനുഗ്രഹവർഷം ചൊരിയണമേ ചൊരിയണമേ.
സ്നേഹസ്വരൂപ തവ ദർശനം ഈ ദാസരിലേകിടൂ. അങ്ങനെ കുറെ പാട്ടുകളില്ലേ. പിന്നെ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് ഇപ്പൊ? പണ്ട് കച്ചവടമൊന്നും അങ്ങനെ നോർമൽ കേസ്. അത് ഷെയർ ചെയ്ത് ഓടിക്കാം. ഗോലി സോഡ ഒന്നുമില്ല. അല്ലെന്നാ പഴയ കാലവും ഈ കാലവും കൂടി എന്താ വ്യത്യാസം? അന്നുള്ള ദാരിദ്ര്യം ആർക്കും അറിയില്ല. ഇപ്പൊ ആർക്കും ദാരിദ്ര്യം ദാരിദ്ര്യം എന്താണെന്ന് അറിയില്ല, ആർക്കും അറിയില്ല. ഇപ്പൊ ഒരു ഉടുപ്പ് ഒരു ബട്ടൺസ് ഇല്ലെങ്കിൽ ആരെങ്കിലും ഇടുവോ? ബട്ടൺസ് ഒക്കെ പൊട്ടിപ്പോയി ചകിരങ്ങാരൊക്കെ ഇട്ട് കിട്ടിയിട്ടൊക്കെ ഞങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ ബട്ടൺസ് അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ ഇപ്പൊ കീറിയത് ഇപ്പൊ ഫാഷനായി. ഇപ്പൊ കീറിയാലേ അത് ഫാഷൻ. എനിക്ക് യൂണിഫോം ഷർട്ട് 2 എണ്ണം ആണ് ആകെ ഉള്ളത്. അത് പുസ്തകം വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ തോളിൽ വെച്ചിട്ടാ പോകുന്നത്. റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സൈഡ് ഇങ്ങനെ തേഞ്ഞ് 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 ആ ഷോൾഡറിന്റെ ഭാഗത്തുള്ള ആ കീറി അവിടെ ഒരു ദ്വാരമാണ്. പിന്നെ എന്താണ് നമ്മള് ഇടക്ക് കൂടാറുണ്ടെങ്കിലും പിന്നെ ഇപ്പൊ പണിത്തിരക്കൊണ്ടാണ് ഇപ്പൊ കാണാം. നിങ്ങൾ അങ്ങോട്ട് തന്നെ ഇല്ലല്ലോ. അതല്ല ഇവരൊക്കെ ഭയങ്കര തിരക്കായി പോയി. അങ്ങനെ പിന്നെ പണി എടുത്താലേ ജീവിക്കാൻ ഭക്ഷണം കഴിക്കണ്ടേ. അതോട് തന്റെ മറ്റേ പാട്ടിന്റെ ഇതുണ്ടാകും. ആ പാട്ടിന്റെ ടൂണ് എൻ മനോഫലങ്ങളില്ലേ അതിന്റെ ഇതുണ്ടാകും. അവസാനല്ലേ അതൊന്നും വിളിക്കാതെ എൻ മനോഫലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ഇങ്ങനെ പാട്ടാ ആദ്യം പോലെ താന്ന് പഠിക്കാം. എൻ മനോഫലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാ സീനായ് മാമലയിൽ എരിതീ ചെടിയായി വളരേണമേ യഹോവേ. മോശയാൽ യഹൂദരിൽ മോചനം ചൊരിഞ്ഞവനേ. മോശയാൽ യഹൂദരിൽ മോചനം ചൊരിഞ്ഞവനേ. മനസ്സിലെ മരുവിലും സമാഗമന കൂടാരവുമായി നിൽപ്പു ഞാൻ നിന്നിൽ നിന്ന്. എൻ്റെ ദാപമകറ്റണമേ. ഒരുപാട് പഴക്കം കാണുമല്ലേ ഈ പാട്ടിന്? എത്ര വർഷത്തെ പഴക്കം ഉണ്ടാവും. ഇപ്പോഴും അത് അതിന്റെ പുതുമ നഷ്ടപ്പെടാതെ. അല്ല പണ്ട് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ അതെ ഗാനമേളിലൊക്കെ ഈ പാട്ടൊക്കെ അതെ അതെ അതെ. പിന്നെ പെരുന്നാള് ഒക്കെ വരുമ്പോഴത്തേക്കും രാവിലെ നിന്റെ നാമം പാടിക്കോ. നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ എൻ്റെ മാനസം കണ്ടു. ഹൃദയത്തിനുൾ താരയിൽ വന്നി ആഴലിൻ കോരിൽ മാറ്റി. ഹൃദയത്തിനുൾ താരയിൽ വന്നി ആഴലിൻ കോരിരുൾ മാറ്റി. നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ എൻ്റെ മാനസം കണ്ടു. കൊള്ളാം, അടിപൊളിയായി. താങ്ക് യു. നല്ല പാട്ട്. പിന്നെ മതിയാ? പിന്നെ വേറെ എന്താ പറഞ്ഞ? ബിജുവിനെ തിരക്കണ്ട പോവാൻ.
പാട്ടെന്ന് പറയുമ്പോ നമ്മുടെ ഇതല്ല. ഏത് പാട്ട് ഇവിടെ ഉണ്ട് അവിടെ താമസിച്ചാലും തിരക്കേടില്ല. ഇപ്പൊ പിരിച്ചുവിട്ട് എന്നാലേ പോകുള്ളൂ, അല്ല പിരിഞ്ഞു പോണ പ്രശ്നമില്ല. ഇവിടെ പിരിച്ചുവിട്ട് എന്നാലേ പോകുള്ളൂ. പിന്നെ ഞങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പെരുന്നാളിന് രാവിലെ മാതാവിന്റെ പെരുന്നാളിന് നൊവേന ഉണ്ടല്ലോ. അപ്പൊ ആ നൊവേനയുടെ പാട്ട് സേവചാറിന്റെ അടുത്ത് വന്ന് അപ്പൊ തന്നെ ഒരു 15 മിനിറ്റ് കൊണ്ട് അല്ല പറഞ്ഞത് അവര് പറഞ്ഞ് നോക്കി പിന്നെ തന്നാ മതി, പക്ഷെ ഇത് ഇന്നാ കൊണ്ടുപോയിക്കാന്ന് പറഞ്ഞപ്പോ തന്നെ ഞങ്ങൾ അത്രയും വേഗം, അതും ഒരുവിധം നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റിയ ഇതും ആൾക്ക് വേഗം ക്യാച്ച് ചെയ്യുന്ന ഒരു നല്ല സിമ്പിളായിരുന്നു. എടി ആ വ്യാകുല മാതാവേ ഒന്ന് പാടാമോ നിനക്ക്? വ്യാകുല മാതാവേ അല്ലെങ്കിൽ വ്യാകുല മാതാവേ. കിച്ച് കിച്ച് തൊണ്ടക്ക് ഗ്യാസ് വന്നു. ഒന്നുകൂടി എടുത്തു പാടാ. വ്യാകുല മാതാവേ കന്യക മാതാവേ കരയുമീ ഞങ്ങൾ തൻ കണ്ണീരൊപ്പുവാൻ അമ്മേ നീ വരില്ലേ? ആ ടോമിൻ തച്ചങ്കരി സാറിന്റെ ഒരു പാട്ടുണ്ടല്ലോ. ഏതാണ്? മറ്റേ വചനത്തിലാണ്. വചനത്തില് രക്ഷക രക്ഷക രക്ഷക. അവിടെ ഇരുന്നിട്ടില്ല. ഇനിയും പോയി ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഞാനിപ്പോ ഒരു സാധനം കൊണ്ടുവരാം. എന്താണ് കൊണ്ടുവരാം? എന്താണ് എവിടെ? ഓക്കെ ഓക്കെ. സമയം ഒരു ഇതൊക്കെ ആയിട്ടാ. സമയം പോയത് അറിഞ്ഞില്ല. എന്റെ എന്തൊക്കെയോ കൊണ്ടുവരുന്നുണ്ട്. എന്താ കിളിക്കാൻ പറ്റിയ കിളിക്കാൻ പെട്ടി. കിളിക്കാൻ പറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ഈ പിന്നെ നമ്മുടെ പാടങ്ങളുടെ സൈഡിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഇതില് ഇത് ഉണങ്ങി കഴിയുമ്പോ നല്ല ഇതാണ്. ഒന്ന് പിടിച്ചു നോക്കിയാ ഒരു കൊഴുപ്പാകട്ടെ. എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട് സംഗതി കൊള്ളാം. അതിനേക്കും കൂടി 2 മൂന്ന് എനിക്കൊരു കുഞ്ഞു എന്നിട്ട് പാടി നോക്കാം നമുക്ക്. കുലിക്ക് 2 കൂടി കൂട്ടി. അത് കൊള്ളാം. ഇനി പാടിയാല താളം പിടിച്ച ഞാൻ പിടിച്ച താളം പിടിച്ചേരാം. രക്ഷക എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ, യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. പാട്. രക്ഷക എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ, യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഇടയ വഴിയിൽ നീ അഭയമരുളൂ, രക്ഷക എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ, യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. മതിയല്ല? ഇടക്കണ്ടായിരുന്നു താളം. അതാ ഞാൻ ഈ ഇടക്കിടക്ക് വിളിച്ചോണ്ടിരിക്കുന്നത്. അത് കുഴപ്പമില്ല. അവസാനം അടിച്ചുപൊളി ഒരു പാട്ടും പാടി വെച്ചും അങ്ങനെ പിരിക. അതിലിപ്പോ ഇങ്ങനെ കൂടിപ്പോയില്ലേ. ഇനിയിപ്പോ ഇതുപോലെ കൂടുതൽ എപ്പോഴാണെന്ന് പറയാൻ ഇപ്പൊ ഏതായാലും ഇപ്പൊ 4 പേരും കൂടി കൂടിയത് കൊണ്ട് സന്തോഷം, വളരെ സന്തോഷം. ഒരു അടിച്ചുപൊളി പാട്ട് പാടാം. പീറ്റർ ചാനൽ മാർഗം
മാർക്കോസ് എൻ്റെ നമ്മുടെ ദോസ്ത് ചേട്ടന അനിയനാണ് താടിയോണ്ടാണ് മാർക്കോസ് ചേട്ടൻ്റെ പാട്ടങ്ങടെ പാടാം. അപ്പൊ നമുക്ക് എല്ലാം കൂടി പാടിയാലോ അല്ലേ? തുടങ്ങിക്കോ. ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം സത്യജീവമാർഗമാണു ദൈവം മർത്യനായി ഭൂമിയിൽ പിറന്ന ഏകദൈവം നിത്യജീവനെ കിടുന്നു ദൈവം അവപിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ അവപിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം സത്യജീവമാർഗമാണു ദൈവം ചെങ്കടലിൽ നീ അന്ന് പാത തെളിച്ചു മരുവിൽ മക്കൾക്കു മന്ന പൊഴിച്ചു എരിവെയിലിൽ മേഘത്തണലായി ഇരുളിൽ സ്നേഹനാളമായി സീനായ് മാമലമുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി ചെങ്കടലിൽ നീ അന്ന് പാത തെളിച്ചു മരുവിൽ മക്കൾക്കായി മന്ന പൊഴിച്ചു എരിവെയിലിൽ മേഘത്തണലായി ഇരുളിൽ സ്നേഹനാളമായി സീനായ് മാമലമുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി അവപിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ഇപ്പൊ വീട്ടില് അന്വേഷിക്കണ്ടാവും. സമയം 11:15 സേവിച്ചനെ വീട്ടിലേക്ക് കൊണ്ട് ആക്കി വേണല്ലോ. വണ്ടിയാണ് വണ്ടി കൊണ്ട് ഇപ്പൊ ആക്കി തരും. ഇനി ഇതുപോലെ എപ്പോ ആരെങ്കിലും വേണം അല്ലേ? അപൂർവമായിട്ടൊക്കെ അങ്ങനെ പിടിക്കണ അടുത്ത ആളുണ്ട് കപ്പി. കപ്പിയല്ല കുപ്പി. എന്റെ ചെരുപ്പന്ത് ഈശ്വര കൊള്ളാം, അടിപൊളി സാധനം അല്ലേ? ഇത് കിടക്കട്ടെ. അല്ല 2 ദിവസം കഴിയുമ്പോ ഇതുണ്ടാവൂല. 2 ദിവസം കഴിയുമ്പോ അവര് 2 ദിവസം കഴിയുമ്പോ ഉണ്ടാവില്ലല്ലോ. കിലുക്കം കൊള്ളാം അല്ലേ? ഈ കൊച്ചിനെ ഇരിക്കട്ടെ, ഞാൻ വീട്ടിൽ കൊണ്ട് വെച്ചോളാം. വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചു വെച്ചാല് പള്ളി പോകുമ്പോ കൊണ്ടുപോവാ. കൊയറില് ചക്ക 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 ആ വണ്ടി എടുത്തന്നെ പോരെ. ഈശ്വരോ നടുവ് ആരോ ഇരിക്കണം. വീട്ടുകാരോ അടിച്ചിട്ട് സമയം പോയത് അറിഞ്ഞതേ ഇല്ല. പക്ഷെ അടിപൊളിയായിരുന്നട്ടോ, രസമാണ്. അതാ